എന്താ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? കല്യാണത്തിന്റെ ചെലവിനെ കുറിച്ച് ആലോചിക്കുമ്പോ വല്ലാത്ത പേടിയുണ്ട് ദേവകി. പാറു എല്ലാം നോക്കാന്ന് പറഞ്ഞില്ലേ? അവൾ ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യും? ഈ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ നമ്മളെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? സ്വർണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു. എന്നിട്ട് അവരൊരു തരത്തിലും സമ്മതിക്കുന്നില്ല. ചെറുക്കന്റെ അച്ഛൻ കുറച്ച് കർശനക്കാരന്. ഇതാണ് കല്യാണം ധൃതി കൂട്ടി നടത്തണ്ട ഞാൻ നേരത്തെ പറഞ്ഞു. അത് മോളെ അച്ഛൻ അച്ഛാ അമ്മേ സുഖമല്ലേ? ആരാണ് നിന്റെ അമ്മ? ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. ഇനി ഒരിക്കൽ കൂടി നീ അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ നിന്റെ വായി ഞാൻ ചൂടുവെള്ളം എടുത്തൊഴിക്കും. ദേവകി നിർത്ത്. എന്ത്? നിങ്ങൾ എന്തിനാ വന്നത്? ലക്ഷ്മിയുടെ കല്യാണം ധൃതി കൂട്ടി നടത്താൻ പോകുന്നെന്ന് കേട്ടു. ഞങ്ങളെ ഒന്നും അറിയിക്കാതെ സൂത്രത്തിൽ നടത്താനുള്ള പരിപാടിയായിരുന്നല്ലേ? എന്റെ വീട്ടിലെ വിശേഷം നിങ്ങൾ എന്തിനാ അറിയിക്കുന്നേ? അറിയിക്കാതെ പറ്റൂ? മറന്നുപോയോ? വീടിന്റെ ആധാരം ഇപ്പോഴും എന്റെ അടുത്ത് തന്നെയാണ്. ഞാൻ കാശ് തിരിച്ചു വയ്ക്കുമ്പോ ഇല്ലെന്നാണല്ലോ പറയാറുള്ളത്. ഇപ്പൊ മോളുടെ കല്യാണം നടത്താൻ എവിടെന്നാ കാശ് കിട്ടിയത്? ചന്ദ്രഹാസ, ഞങ്ങൾ ലക്ഷ്മിയുടെ കല്യാണം എങ്ങനെ നടത്തണമെന്നറിയാതെ വിഷമിച്ചിരിക്കുക. അതിനിടയ്ക്ക് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. തന്ന കാശ് തിരിച്ചു ചോദിക്കുന്നത് പ്രശ്നമാണോ? നിങ്ങൾ എനിക്ക് തരാനുള്ള കാശ് തന്നിട്ട് എന്തു വേണോ ചെയ്തോ, അതെനിക്ക് വിഷയമല്ല. എനിക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ ചെക്കന്റെ വീട്ടുകാർ ഇവിടെ വരുമ്പോ ഞാൻ ഇവിടെ മൊത്തം അലമ്പാക്കും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ അച്ഛാ? മുതലാളി ആഗ്രഹിച്ചതുപോലെ പാറുവിന് അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്താൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരില്ലേ? ഞാനും ഇപ്പൊ ഇഷ്ടിക കമ്പനിക്ക് മുതലാളിയായേ. വേണമെങ്കിൽ ലക്ഷ്മിയെ ഞാൻ കല്യാണം കഴിച്ചോളാം അച്ഛാ. എടാ, എന്റെ മക്കളെ കെട്ടു നടക്കാൻ നിന്നുപോയാലും വേണ്ടുകയില്ല. എന്റെ മക്കളെ നിന്നെപ്പോലുള്ള വൃത്തികെട്ടവന്മാർ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് അവരുടെ ഭാവി നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. ചേച്ചി, ഞാൻ ഇപ്പോതേ അങ്ങോട്ട് വിളിക്കാൻ പോവായിരുന്നു. മോളെ, എന്താ ചേച്ചി, എന്തേലും പ്രശ്നമുണ്ടോ? ആ ഉണ്ണിയും ചന്ദ്രഹാസനും വന്നിട്ടുണ്ട്. വീട്ടിൽ കയറി വന്ന് ചേച്ചി ചേച്ചി അവരുടെ മുന്നിൽ ചെന്നെന്ന് ഫോൺ എല്ലാവർക്കും കേൾക്കുന്ന പോലെ പിടിക്കേ. ഞങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾക്ക് എന്തിനാ ഇത്ര പക? ഞങ്ങൾ നിങ്ങളോട് എന്ത് ദ്രോഹമാ ചെയ്തത്? ഈ വിരട്ടലും ശപിക്കലൊന്നും എന്റെ അടുത്ത് കേക്കില്ല. കാശ് എപ്പ തരുമെന്ന് പറഞ്ഞാ മതി. പറയാലോ, പറയേണ്ട ആള് തന്നെ പറയും. പാറു പറഞ്ഞു മോളെ. എടോ ചന്ദ്രഹാസ, നീ തന്ന കാശ് മുഴുവനായിട്ടും തിരിച്ചു തന്നിട്ടും ഇനിയും കാശ് കിട്ടിയാലേ വീട് വിട്ടു തരൂന്ന് പറയുന്ന നീയൊക്കെ ഒരു മനുഷ്യനാണോ? കല്യാണം കഴിയുന്നതിന് മുൻപ് നിനക്ക് തരാനുള്ള ബാക്കി കാശും ഞാൻ തന്നു തീർക്കും. അതിനിടയിൽ എന്റെ ചേച്ചിയുടെ കല്യാണത്തിൽ ഇടപെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്ന നീ എന്ത് ചെയ്യൂടി? വെറും ഊമക്കത്തെഴുതി നിന്റെ രുദ്രപ്രതാപന് എന്തൊക്കെ പണികൾ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് സമയം കിട്ടുമ്പോ അയാൾക്കൊന്ന് പറഞ്ഞു കൊടുക്ക. ചന്ദ്രഹാസ, ഇങ്ങനെ നാട്ടുകാർക്ക് വട്ടിപ്പലിശയ്ക്ക് കാശ് കൊടുക്കാൻ തന്റെ കയ്യിൽ ലൈസൻസ് ഉണ്ടോ? ഞാനിതിനെപ്പറ്റി കളക്ടർക്ക് ഒരു പരാതി കൊടുത്താ ഇയാൾ അകത്തു പോവും. അത് മാത്രല്ല, നിനക്കിനി കാശ് തരാനുള്ളവരാരും തിരിച്ചു തരൂയില്ല. കാശ് തിരിച്ചു കിട്ടും. അതുവരെ ഞങ്ങളുടെ വീടിന്റെ പടി ചവിട്ടിയാ താൻ വിവരം അറിയും. ഇറങ്ങിപ്പോടോ. ചന്ദ്രഹാസ, വാ പോവാം. തന്റെ മോള് പറയുന്നിട്ട് പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ പോകുന്നത്. എനിക്ക് കിട്ടാനുള്ള കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ചെയ്യും. കോടതിയും കളക്ടറേന്നും എനിക്ക് പേടിയില്ല.
എന്തിനാടി ഇപ്പൊ പാറുവിനെ വിളിച്ചത്? ചേച്ചി എന്തിനാ അമ്മേ കുറ്റം പറയുന്നേ? ഇവന്മാര് വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോ കൈയും കെട്ടി നോക്കി നിക്കണോ? മോളെ, എടുത്തിയാടി എന്തിനാ ഓരോന്ന് പറയാൻ പോയത്? അയാളിപ്പോ കാശ് ചോദിച്ച എന്ത് ചെയ്യും? ലക്ഷ്മിയോടെ കല്യാണം നമുക്ക് നടത്തണ്ടേ? അച്ഛൻ എന്തിനാ വിഷമിക്കുന്നെ? ദേവി നമുക്ക് നല്ലൊരു വഴി കാണിച്ചു തന്നു. എന്റെ കമ്പനിയിൽ നടന്നൊരു മത്സരത്തിലെ ഞാൻ ജയിച്ചു. അതിന് കൈലാഷ് സാറ് 7 ലക്ഷം സമ്മാനമായിട്ട് തന്നത്. 7 ലക്ഷോ? ഇത് നിങ്ങളോട് പറയാൻ വേണ്ടി വിളിക്കാൻ തുടങ്ങിയപ്പോഴാ ആ വൃത്തികെട്ടവന്മാര് വീട്ടിലേക്ക് വന്നത്. ദേവി കാത്തു. എന്നാലും 7 ലക്ഷം രൂപയ്ക്ക് ആരാ മോളെ സമ്മാനോട് തരിക? സത്യം പറ മോളെ, ആരുടെ കൈത്തെങ്കിലും കടം വാങ്ങിയിട്ട് നീ ഞങ്ങളോട് കള്ളം പറയാണ്? അല്ല അച്ഛാ, നിന്റെ കൈക്കിപ്പ് എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും കുഴപ്പം ഉണ്ടെങ്കിൽ തന്നെ എന്റെ ജീവൻ പോയാലും ചേച്ചിയുടെ കല്യാണം ഞാൻ നടത്തും. ശ്ശേ, എല്ലാം നന്നായിട്ട് നടക്കുമ്പം ഇങ്ങനെ തലതിരിഞ്ഞ വർത്താനം പറയാൻ ഇവളെ കൊണ്ട് പറ്റൂ? അച്ഛാ, നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയവരുടെ മുന്നിൽ ചേച്ചിയുടെ കല്യാണം ആർഭാടായിട്ട് തന്നെ നമ്മൾ നടത്തും. നീ കൂടെയുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ എന്തിനൂടെ ധൈര്യം കിട്ടും മോളെ? നിന്നെ കാണാൻ കൊതിയായിടി. ഒരു നല്ല ദിവസം നോക്കി പെണ്ണ് കാണാൻ വരാൻ ചെക്കന്റെ കൂട്ടരോട് പറയാം. നീയും വരാൻ നോക്ക്. ശരി അമ്മേ. ഗന്ധർവൻ എന്താ ഈ സമയത്ത് എന്നെ കാണാൻ വന്നത്? നീ മത്സരത്തിൽ ജയിച്ചതിന് എന്തെങ്കിലും ഒരു സമ്മാനം തരണ്ടേ? അത് വാങ്ങിക്കൊണ്ട് വന്നതാ. എന്താ ഇത്? തുറന്നു നോക്ക്. ഹായ്. ഇത് നിനക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് നീ പറഞ്ഞുകൊണ്ട് വാങ്ങിയതാ. ഇതിനു മുമ്പ് പലതവണ ഗന്ധർവനായിട്ട് നിനക്ക് പല സമ്മാനങ്ങളും ഞാൻ തന്നിട്ടുണ്ട്. ഇതിപ്പോ പ്രിയനായിട്ട് ഇത് വാങ്ങിത്തരിക. ഇഷ്ടപ്പെട്ടോ? ഒരുപാട്. എന്നെ ജയിപ്പിച്ചത് പ്രിയൻ ചേട്ടനാ. എനിക്കും പ്രിയൻ ചേട്ടന് എന്തെങ്കിലും സമ്മാനം തരണമെന്നൊക്കെ ഉണ്ട്. എന്നാ വേഗം തന്നോ. എന്ത് തരാൻ? തന്നോ? അല്ല, എന്തോ തരണമെന്ന് പറഞ്ഞില്ലേ? വേഗം തന്നോളൂ.